നിങ്ങളുടെ പരിമിതികളുടെ നടുവിലാണ് ആ ദൈവശക്തിയുടെ ബലം നിങ്ങൾ എന്തെന്ന് തിരിച്ചറിയുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എന്നേക്കും നിങ്ങളെ തകർക്കാനുള്ളതല്ല. ജീവിതത്തിൻ്റെ വീഴ്ചകൾ എന്നേക്കുമുള്ള വീഴ്ചകളായി ചിന്തിക്കണ്ട. ജീവിതത്തിൻ്റെ പരാജയങ്ങൾ എന്നേക്കുമായുള്ള പരാജയങ്ങളായി ചിന്തിക്കണ്ട. മാനസിക ബലഹീനതകൾ നിമിത്തം, പരിമിതികൾ നിമിത്തം ജീവിതം വഴിമുട്ടി ഇനി എന്ത് എന്നൊരു ചിന്ത, ഇനി എങ്ങനെ എന്നൊരു ചിന്ത നിങ്ങളുടെ മുൻപിലുണ്ടോ? മാനുഷിക കരങ്ങൾ അസ്തമിക്കട്ടെ, മാനുഷിക ചിന്തകൾ അസ്തമിച്ച് മാറട്ടെ, കഴിവുകൾ ബലഹീനമാകട്ടെ, ബുദ്ധി അഫലമാകട്ടെ, മനുഷ്യൻ്റെ സഹായങ്ങൾ മാറിപ്പോകട്ടെ. പക്ഷേ അതിന് മീതെ പ്രവർത്തിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. ആത്മാർത്ഥതയോടെ ആ കർത്താവിനെ വിശ്വസിക്കാൻ, ആത്മാർത്ഥതയോടെ സത്യസന്ധമായി അവനെ ആശ്രയിക്കാൻ ആർക്ക് കഴിയുമോ, ആരവൻ്റെ മുഖത്തേക്ക് നോക്കുമോ അവരെ ശക്തരാക്കാൻ, അവരെ തൻ്റെ ശക്തിയാൽ കൃപയാൽ നിറയ്ക്കുവാൻ ആ ദൈവം എന്നും ജീവിക്കുന്നുണ്ട്. ആ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയാം, ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധികൾക്കും എന്നെ തളർത്താൻ കഴിയില്ല. ജീവിതത്തിൻ്റെ ഒരു പ്രതികൂലങ്ങൾക്കും എന്നെ ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം ഏതവസ്ഥയിലും കഷ്ടത അനുഭവിക്കാനെങ്കിൽ അങ്ങനെ, കഷ്ടത മാറാനെങ്കിൽ അങ്ങനെ, രോഗിയായി ജീവിക്കാനെങ്കിൽ അങ്ങനെ, രോഗം മാറാനെങ്കിൽ അങ്ങനെ, കടബാധ്യതയുള്ളവനായി മരണം വരെ ജീവിക്കാനെങ്കിൽ അങ്ങനെ, അല്ല കടബാധ്യത മാറാനെങ്കിൽ അങ്ങനെ. എങ്ങനെയായിരുന്നാലും ഏതവസ്ഥയിലും എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് ഈ വചനത്തിന് മുൻപാകെ സമർപ്പിക്കുവാൻ കഴിയും?